ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ഇമോഷണൽ ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ഏത് രീതിയിലാണ് എന്ന് നോക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്നത് 9 ഓഫ് സോർഡ്സ്, 3 ഓഫ് പെന്റക്കിൾസ്, കിങ് ഓഫ് കപ്സ് ആൻഡ് 3 ഓഫ് വാൺസിന്റെ എനർജിയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷണൽ ഫീലിങ്സ് എന്ന് പറയുന്നത് ജീവിതം അവരെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞതിൽ ഒരുപാട് വേദനിക്കുന്ന അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞതാണല്ലോ അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടൊക്കെ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ മനസ്സ് നീറിക്കൊണ്ടാണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. ആ ഒരു നഷ്ടബോധത്തെക്കുറിച്ച് ഓർത്ത് സ്വയം പഴിക്കുന്ന ഒരവസ്ഥ. ആ ഒരു എനർജിയിലൂടെയാണ് പോകുന്നത്. അതോടൊപ്പം ജീവിതത്തിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങള്, സ്ട്രഗിളിങ്സ് ഇതെല്ലാം കൂടെ വരുമ്പോൾ അവർ എല്ലാ രീതിക്കും ഒരു ഡൗൺ എനർജിയിലേക്ക് പോവുകയാണ്. ഒരു റിസ്ക് എടുക്കാൻ തന്നെയാണ് മനസ്സുകൊണ്ട് ഇപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സ്നേഹത്തെ തിരിച്ചു പിടിക്കാനായിട്ട് എന്ത് റിസ്ക് എടുക്കാനുള്ള ഒരു മനോഭാവത്തിലേക്ക് ഇവരിപ്പോൾ മാറിയിട്ടുണ്ട്. അതിൻ്റെതായ കാര്യങ്ങൾ അവരായിട്ട് തന്നെ പ്ലാൻ ചെയ്യുകയാണ്. എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം അവരിൽ വന്നിട്ടുണ്ട്. അത്രത്തോളം ഒരു ഡൗൺ സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു പെയിൻഫുൾ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സ്പ്രെഡിൽ ഈ ഒരു വ്യക്തിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവരുടെ ചുറ്റിനുമുള്ള വ്യക്തികളിൽ നിന്നാണെന്നുണ്ടെങ്കിലും എനർജിയിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഇവർക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രഹരം തന്നെയാണ്. മാനസികപരമായിട്ട് ഒരുപാട് പെയിൻ ഇവർക്ക് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായ ഭാഗം കൊണ്ടിട്ടാണ് അവർക്ക് ഈ ഒരു രീതിക്ക് നിങ്ങളിലേക്ക് ആ ഒരു ഇമോഷണൽ ഫീലിങ്സ് തോന്നുന്നത്.